ഇത്രയും വരയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമുക്ക് കേക്കിലൊരു പൂക്കളം സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഓണത്തിന് ഒരു കേക്ക് ഓർഡർ കിട്ടുന്നത്. നമ്മൾ മുന്നേ വിഷുവിനൊരു കണിക്കൊന്നയുടെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പൂക്കളം തന്നെ അങ്ങ് സെറ്റാക്കി കളയാം. അപ്പോൾ ഒരു നാട്ടിലുള്ളൊരു ഓണം സെലിബ്രേഷന് തന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. ഒരു 1.5 kg വെയിറ്റ് വരുന്നൊരു വാൻചോ കേക്ക്. അവരെന്നോട് പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹാപ്പി ഓണം എന്ന് എഴുതണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സെലിബ്രേഷൻ അങ്ങ് കളറാക്കി കളയാമെന്ന് വിചാരിച്ചു അതിൻ്റെ മേലെ ഒരു പൂക്കളം തന്നെ അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഫസ്റ്റ് കുറച്ച് റെഫറൻസൊക്കെ എടുത്ത് നോക്കി. എല്ലാം റൗണ്ടിലുണ്ടായിരുന്ന കേക്കായിരുന്നത് കൊണ്ട് എനിക്ക് ഫുൾ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങി. ഇവിടം വരെ എല്ലാം വളരെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കൺഫ്യൂഷനായി. പുറത്തിന് നമ്മൾ എന്ത് കളറ് കൊടുക്കും? പിന്നെ എന്തൊക്കെയോ വെച്ചങ്ങ് സെറ്റ് ചെയ്ത് അങ്ങനെ പൂക്കളൊക്കെ സെറ്റായി. പിന്നെ നമുക്ക് ഫോണ്ടൻറ്റിൽ നമ്മുടെ ഹാപ്പി ഓണം എന്നും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പരിപാടികളെല്ലാം തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്?